ഇന്ന് രാവിലെ മുതൽ ശംഭു അതിർത്തി സംഘർഷഭരിതമാണ്. രാവിലെ ഒരു 11 മണിയോടുകൂടി ആദ്യം ടിയർ ഗ്യാസ് കർഷകർക്ക് നേരെ ഹരിയാന പോലീസ് പ്രയോഗിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് തുടങ്ങി ഈ സമയം വരെ തുടർച്ചയായി പലതവണയായി ടിയർ ഗ്യാസ് പ്രയോഗം നടക്കുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചും കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് ഷെല്ലുകൾ പതിക്കുന്നു എന്നതാണ് ഇവിടെ നിന്ന് ഈ ദിവസം കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. കർഷകർ ഈ ടിയർ ഗ്യാസ് ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന സമയത്ത് ഒരു 50 മീറ്റർ മാറി നിൽക്കും. അവർ വീണ്ടും മുന്നോട്ട് പോകും. JCB, മറ്റ് മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്ന് ബാരിക്കേഡുകൾ തകർക്കുന്നതിനെ കുറിച്ചൊരു ആലോചന കർഷകർ നടത്തിയിരുന്നു. പക്ഷേ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം കർഷക നേതാക്കൾ എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടേക്ക് ഇന്ന് കൂടുതൽ പ്രവർത്തകർ, സമരക്കാർ എത്തുന്നതിന്റെ കാഴ്ച കൂടി കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത് ഖനോരിയിൽ കൂടുതൽ കർഷകരെത്തി അവിടെ അതിർത്തി മേഖലയിൽ തമ്പടിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കർഷകരുണ്ട്. അവർക്ക് നേരെയും ടിയർ ഗ്യാസ് പ്രയോഗമുണ്ടായി. 20ഓളം കർഷകർക്ക് അവിടെ പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകളുണ്ട്. താങ്ങുവില ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാവാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഇനി മുന്നോട്ട് ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ എന്താണ് അന്തിമ തീരുമാനം എന്ന വിഷയത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ശംഭുവിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.